ഇന്ന് തിരുവാതിരയായിട്ട് പാളയംകുടം പഴവും റവ ഉപ്പുമാവുമായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ തിരുവാതിര ആശംസകൾ. ഇന്ന് നമ്മൾ സ്ത്രീകളുടെ പ്രത്യേക ഒരു ഉത്സവമല്ലേ തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നമ്മൾ സ്ത്രീകൾക്കൊരു പ്രത്യേക ദിവസം തന്നെയാണല്ലോ. അതിനുവേണ്ടി ഇന്ന് ഞാൻ കുവനൂറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രധാന വിഭവമാണല്ലോ കുവനൂറ് പായസം. അതിനുവേണ്ടി ഞാനൊരു 4 ടേബിൾ സ്പൂണ് കുവനൂറ് 2 കപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് അരിച്ചൊഴിച്ചു. അതിലെന്തെങ്കിലും കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ വെച്ചിട്ടാണ് അരിച്ചത്. പക്ഷേ അരിച്ചപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വീണ്ടും 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാനുണ്ട്. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഇങ്ങനെ നല്ലപോലെ ഇളക്കി ഇളക്കി അത് വേവിക്കണം. നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചാൽ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭഗവാൻ പരമശിവൻ്റെ പിറന്നാളാണെന്നാണല്ലോ തിരുവാതിരയുടെ ഐതിഹ്യം. പരമശിവന് വേണ്ടി പാർവതീദേവി പരമശിവൻ്റെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി ആയുരാരോഗ്യത്തെ സൗഖ്യത്തിനു വേണ്ടി വ്രതമെടുത്ത ദിവസമാണല്ലോ തിരുവാതിര എന്നാണല്ലോ ഐതിഹ്യം. കല്യാണം കഴിയാത്ത സ്ത്രീകൾ നല്ല വരനെ കിട്ടാനും വേഗത്തിൽ കല്യാണം നടക്കാനും, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും തൻ്റെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയാണല്ലോ തിരുവാതിര വ്രതം എടുക്കുന്നത് എന്നാണല്ലോ ഐതിഹ്യം. കൂവനൂറിങ്ങനെ വെന്ത് വന്നു കേട്ടോ, നല്ലപോലെ വെന്തു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ശർക്കര ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശർക്കരയും കൂടി നല്ലപോലെ ഒഴിച്ച് നല്ലപോലെ വീണ്ടും വേവിച്ചെടുക്കണം. ഇതാ നല്ലപോലെ അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് വന്നു തുടങ്ങി. തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു വിഭവമല്ലേ കുവനൂറ് പായസം. ഇതിപ്പോൾ കുവനൂറ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നല്ലപോലെ അങ്ങനെ വേവിച്ച് വറ്റിച്ച് നമുക്കങ്ങനെ പ്ലേറ്റിലൊക്കെ ഇട്ട് ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ വെറുതെ വിരകി ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാര ഇട്ട് വേവിച്ചെടുക്കാം. ഞാനിങ്ങനെ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. വെള്ളത്തോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. അതാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. ശർക്കരയൊക്കെ ചേർത്ത് നല്ലപോലെ വെന്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ കുവനൂറ് നല്ല ആരോഗ്യത്തിന് നല്ല ഒരു ഔഷധമാണല്ലോ കുവനൂറ്. അതിപ്പോൾ തിരുവാതിരയ്ക്കെന്നല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കഴിക്കാൻ വളരെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ തിരുവാതിരയ്ക്ക് മാത്രമേ കഴിക്കാവൂ അങ്ങനെയൊന്നുമില്ല. തിരുവാതിര കാർത്തിക തൊട്ട് തുടങ്ങുമല്ലോ. കാർത്തിക ദിവസം രാവിലെ കാക്ക കരയുന്നതിന് മുമ്പ് കുളിച്ച് വരുന്നതാണല്ലോ ഐതിഹ്യം. അത് കഴിഞ്ഞാൽ രോഹിണിയായി, മകേരം മക്കൾക്ക് വേണ്ടിയിട്ട്, തിരുവാതിര ഭർത്താവിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയാണല്ലേ ഐതിഹ്യം. ഇത് നല്ലപോലെ കുറുകി വന്നു കേട്ടോ. ശർക്കരയും കുവനൂറും. അപ്പോൾ അതിലേക്ക് തേങ്ങ ചിരകി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വേവിക്കുകയാണ്. നല്ലപോലെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചു. ഇതിരുന്ന് ഒന്നും കൂടിയും കട്ടയാവും കേട്ടോ. കുറച്ച് നേരം ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കട്ടയാവും ഇത്. അപ്പോൾ ഇതാ കുവനൂറ് ഏതാണ്ട് പാകമായി വന്നു കേട്ടോ.
നല്ലപോലെ പാകമായി വന്നു. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുഴുക്കും കൂടി ഉണ്ടാക്കണ്ടേ, തിരുവാതിരയല്ലേ, തിരുവാതിരയായിട്ട് പുഴുക്കും കൂടി വേണമല്ലോ. അപ്പോൾ ഞാൻ മുതിരയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ മുതിര നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുത്തു. കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം വീണ്ടും അതിലേക്ക് കഷ്ണം ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, കായ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഇടിയഞ്ചക്ക, ചെറുകിഴങ്ങ്, ഇടിയഞ്ചക്കയും ചെറുകിഴങ്ങൊന്നും കിട്ടിയില്ല, ബാക്കി സാധനങ്ങളൊക്കെ കിട്ടി. അതെല്ലാം ചേർത്ത് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കഷ്ണങ്ങളൊക്കെ വേവിച്ച കഷ്ണങ്ങൾ വെന്ത മുതിരയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് മുതിരയും കഷ്ണങ്ങളും വീണ്ടും നല്ലപോലെ വേവിച്ചെടുത്തു. എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ, ജീരകം, പച്ചമുളക് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം തിരുവാതിരയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പുഴുക്ക്. കഴിഞ്ഞ കൊല്ലം ഇട്ടിരുന്നത് എന്തോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പാണ് ഞാൻ പുഴുക്കിട്ടിരുന്നത്. 2 തിരുവാതിരയ്ക്ക് ഞാൻ തിരുവാതിര വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വെന്ത് വന്നപ്പോൾ, തേങ്ങയൊക്കെ ചേർത്ത് വെന്ത് വന്നപ്പോൾ അതിലേക്ക് കരുവേപ്പിൻ്റെ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. കരുവേപ്പിൻ്റെ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ല എട്ടങ്ങാടിയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഇട്ടത്. കഴിഞ്ഞ വർഷം തിരുവാതിരയ്ക്ക് ഇട്ടത് എട്ടങ്ങാടിയായിരുന്നു. ശരിക്കും ഓർമ്മ തന്നെ കിട്ടണില്ല. അതിനു മുമ്പാണ് തിരുവാതിര പുഴുക്കുണ്ടാക്കിയത്. തിരുവാതിര പുഴുക്കും ഇതുപോലെ കൂവന്നൂറും ഇതിനു മുമ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. കരുവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു കുഴി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് കേട്ടോ പുഴുക്കുണ്ടാക്കുക. അപ്പോൾ തിരുവാതിരയ്ക്കുള്ള പുഴുക്കും റെഡിയായി, കൂവന്നൂറ് പായസം റെഡിയായി. ഒന്നും കൂടി ഇതും കുറുകി ഒന്നും കൂടിയും കട്ടയാവും. അടച്ച് വയ്ക്കാം കേട്ടോ. അതിന് ശേഷം ഒരു കായയും കൂടിയും വറുത്തെടുത്തു കേട്ടോ. തിരുവാതിരയ്ക്ക് കായ വറുത്തും കൂടിയും പ്രധാനമാണ്. അപ്പോൾ ഒരു കായയും കൂടി വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരുവാതിരയ്ക്ക് ഒരു കായയും കൂടിയും വറുത്തെടുത്തു. അപ്പോൾ തിരുവാതിര വിഭവങ്ങളെല്ലാം റെഡിയായി കേട്ടോ. അപ്പോൾ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൂചി ഗോതമ്പുണ്ട്, കഞ്ഞിയുണ്ട്, കൂവന്നൂറ് പായസം, പുഴുക്ക്, പപ്പടം, കായ വറുത്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.